Q Developers ഉപ്പും മുളകും. കേശു കേശു എന്താടാ ഷേവ് ചെയ്തു കണ്ണടി വെച്ചു ഇത്രേ ഉള്ളൂ. എന്താ പ്രശ്നം? എന്താ എന്താ നീലു എന്താ കുഴപ്പം? പിള്ളേരെ കന്ത വിട്ട് നോക്കണേ. ഷേവ് ചെയ്തു വന്നു. എന്താ ഷേവ് ചെയ്തത് മാത്രല്ലല്ലോ, കണ്ണട വെച്ചിട്ടുണ്ടല്ലോ. അത് ഒരു നിറച്ച് പണിയുണ്ട്. പക്ഷെ നമ്മൾ ഈ മൈക്രോ ലെവലുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളായിട്ടാണല്ലോ കളി. അപ്പൊ വ്യക്തമായിട്ട് കാണണ്ടേ, അതിന് വേണ്ടിയിട്ട് കണ്ണട വെച്ചു. എന്താ കുഴപ്പം? അല്ല ചേ, മുടി എന്തിങ്ങനെ? മുടിക്കെന്താ കുഴപ്പം? അല്ല, നടുക്കുന്ന വകച്ചിലൊക്കെ ഇട്ടിട്ട് ഫ്രണ്ടിലോട്ട് എന്ത് ചെയ്താലും ഞാൻ വ്യത്യസ്തത പുലർത്തുന്ന ആളാണ് എല്ലാവരും പറയുന്നത്. നവാസ് പറഞ്ഞ ഏത് വേഷവും എനിക്ക് നന്നായിട്ട് ചേരുമെന്ന്. എന്താ കുഴപ്പം? അച്ഛാ ലുക്കൊക്കെ ഉണ്ട്, പക്ഷെ ഈ മീശയില്ലേ, അതിന് പകരം ഈ വരൻ മീശയില്ലേ അത് വെച്ചാൽ മതിയായിരുന്നു. ഇതാണ് 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 അച്ഛാ, ഇത് ചുമ്മാ കൊളവാക്കാനുള്ള പരിപാടിയാണേ. ഇതിലിനിയിപ്പൊ എന്ത് കുളമൊക്കെ മൊത്തത്തിൽ കുളമാണത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് മനഃപൂർവ്വം ചെയ്യണല്ലേ, ഒന്നും അറിഞ്ഞില്ല എന്ന മട്ടിലിരിക്കും. വന്നിട്ട് ഇതിലും മേലെ വേഷം കെട്ടാൻ വേറെ ആളിനി ജനിക്കണം. എന്റെ അമ്മ അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അമ്മയ്ക്ക് അറിയാവോ? അച്ഛന് കൊറേ ഫ്രീ ടൈം കിട്ടുന്നുണ്ട്, ബാക്കി ആർക്കും ഇങ്ങനെ ഫ്രീ ടൈം കിട്ടുന്നില്ല. ഫുള്ള് മുട്ടൻ ജോലിയല്ലേ. മതി കേട്ടാ, കൂടുതൽ കളിയാക്കല്ലേ. പോയിക്കോ പോയിക്കോ പോയി പോയി പഠിക്കും. ഇതെന്തെന്ന് വെള്ളപ്പൊക്കോ? എല്ലാം ഓരോ അളവിൽ ഉണ്ടാക്കി വെച്ചേക്കാണ്. കറക്റ്റായിട്ടുള്ള ഒരു ഇതും കിട്ടും. ഇതിനകത്തോടെ ഇതായി നട്ടുപോയി. നട്ടുപോയാ ശിവ ഡി 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 അച്ഛന്റെ നെട്ട് പോയെന്ന്. തപ്പ് നെട്ടോ പിടിച്ച് വലിച്ച് എന്റെ പൊന്നു ശ്വാസം മുട്ടണ്ട അച്ഛന്. അച്ഛാ അച്ഛാ, ഈ അങ്ങും എത്താത്ത പോലെ ഇരിക്കില്ല, എണീറ്റ് നടക്കാൻ വല്ലതും നോക്ക്. എന്താ അമ്മ നട്ട് വായില് പോയി. നെട്ടാ? തുപ്പിക്കളാ, തുപ്പ്. എന്റെ അമ്മ തൊണ്ടയില് കുടുങ്ങിയിരിക്കാന്ന്. കുടുങ്ങിക്കണാ? അച്ഛാ ഒരു കാഞ്ചി ചാടച്ചാ, തനി പോട്ടെ. ചാട്, ശരിക്കും ചാട്. ചാടി പോവോ? അത് തൊണ്ട നിറങ്ങി പോവും. എന്താണ് തടഞ്ഞിരിക്കുന്നു. ഒന്നുകൂടി ചാട്, ഒന്നുകൂടി ചാട്. ശിവ, നീ ഒന്ന് കൈയിട്ടെടുത്ത് നോക്കിയേ. കൈ കയറുന്നില്ല. ഇത് ആഞ്ഞു തടവ്, ചിലപ്പോ നെഞ്ചി നിങ്ങടെ ഇറങ്ങിപ്പോരും വയറിലേക്ക്. ശരിക്കും തടവി കൊടുക്കമ്മേ. നല്ല ആഞ്ഞു തടവ്. പോന്നോ അച്ഛാ ബാലു? അച്ഛാ ബാലു അച്ഛാ പോയാ? കുറച്ചുകൂടെ താന്ന്, കുറച്ചുകൂടെ താന്ന്. കുറച്ചുകൂടെ ഇവിടുന്ന് താഴോട്ട് വന്നു. അച്ഛൻ വെള്ളം എടുക്കട്ടെന്നാ. ബ്ലോക്ക് ആവും. ബ്ലോക്ക് ആവില്ല, മഴ കുടിച്ചാൽ അത് ഇറങ്ങി പൊക്കോളും. ബാലു, അച്ഛാ ബാലു വെള്ളം കുടിക്ക്. ബാലു അച്ഛാ, കുടിവെള്ളം. എടി കുടിവെള്ളം എടി. ചേച്ചി ഒടുത്തിട്ട് വെള്ളം എടുത്ത് കൊടുക്കും. എന്റെ പൊന്നമ്മ വെള്ളം എടുത്ത് കൊടുക്കമ്മേ. വെള്ളം എടുക്കടി. തമ്മി തർക്കിച്ചോണ്ടിരിക്കാതെ ആരെങ്കിലും വെള്ളം ഇട്. എടി നട്ടിന് വേണ്ടെങ്കിലും വെള്ളം കുറച്ച് താഴെ അങ്ങോട്ട്. അമ്മോ എടി ഇങ്ങോട്ട് എടി നട്ട് ഒഴിച്ചു വരുമ്പോ ഞാൻ ശ്വാസം വിട്ട് ചാവും. അച്ഛാ അച്ഛാ എങ്ങനെയുണ്ട്? എന്താ
എന്തൊക്കെയോ സംഭവം നടക്കുന്നുണ്ട്, ഒന്നും വ്യക്തമല്ല. അച്ഛനോട് ശ്രദ്ധിച്ച് ഒന്നുകൂടെ കുടിച്ചു നോക്ക്. വെള്ളം ഒന്നുകൂടെ ശ്രദ്ധിച്ച് കുടിച്ചു നോക്ക്. ശരിക്കും ശ്രദ്ധിച്ചു നോക്ക്. എന്തുപറ്റി? വെള്ളം ഇറങ്ങി ഇവിടെ തട്ടി പറഞ്ഞതുപോലെ. അയ്യോ, നട്ട് നെഞ്ചി ഉറച്ചു ഉറപ്പ്. അച്ഛാ, ഓ എന്തായാലും വായിക്കൂടി വരില്ല. നട്ടിനെ താഴേക്ക് പറഞ്ഞു വിടണം. മക്കളെ, ഈ ഫുഡ് പോണ റൂട്ടിൽ കൂടെ തന്നെ നട്ടും പോണത്. ഈ റൂട്ടൊന്ന് പറഞ്ഞ മക്കളെ. റൂട്ടാ അച്ഛാ, ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നേരെ മൗത്തിൽ നിന്ന് ഫുഡ് പൈപ്പ്, പിന്നെ അവിടെ നിന്ന് നേരെ സ്റ്റൊമക്കിലോട്ട് പോകും, പിന്നെ ദഹനം, അത് ബ്ലഡ് വൈറ്റമിൻ ഇട്ടാൽ അങ്ങനെ മാറിപ്പോവും, പിന്നെ അവസാനം വേസ്റ്റ് വൻകുടലിൽ താഴ്ത്തോട്ട് പോകും, അതായത് നമ്മുടെ ടോയ്ലറ്റിൽ പോകും. സൂപ്പർ ജേണി. പക്ഷെ ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും നട്ട് കുടുങ്ങും, ഉറപ്പാണ് ഉറപ്പാണ്. ഞാൻ ശ്വാസം പൊട്ടിച്ചാവുകയും ചെയ്യും, ഉറപ്പാണ്. അതാദ്യം നെഞ്ചിന്ന് ഇറക്കാൻ നോക്ക് നട്ട്. ഫ്രൂട്ട്സ് ഇരിപ്പുണ്ടോ? ഫ്രൂട്ട്സാ? ഇപ്പഴെന്തിനാ ഫ്രൂട്ട്സ്? അച്ഛന് കൊടുക്കാനാ. എനിക്ക് പണം എടുത്ത് നട്ട് നെഞ്ചി കുടുങ്ങിയിരിക്കണ്. ഫ്രൂട്ട്സ് കഴിക്കാൻ പോണ ഇവിടെ. അല്ലച്ചാ, ഈ പഴമൊക്കെ കഴിച്ചാലേ നട്ട് നല്ല സ്മൂത്ത് അങ്ങോട്ട് ഇറങ്ങിപ്പോവും. ആ ശരിയാ മാനു, പഴം കഴിച്ച് ഇറങ്ങിപ്പോയിക്കോളൂ. പഴം ഇരിക്കണ്ടേ ഇവിടെ? ആ ഫ്രിഡ്ജിലുണ്ട് പഴം. അയ്യോ, അത് മറ്റേ പച്ചപ്പഴം, മോറിസ് പഴം, അതൊന്നും അച്ഛൻ കഴിക്കില്ല. പൊട്ടാൻ നിന്നെ പിടിച്ച് വീഴും കേട്ടാ. ഞാനെങ്കിലും പഴം താടി നട്ട് നെഞ്ചി ഇറങ്ങട്ട്. അയ്യോ അയ്യോ, ഇത് തണുത്ത പഴം. എനിക്ക് ജലദോഷം പരിപാടിയാണ്. അത് അവിടെ നിന്നും പോയി. നമ്മളൊരു കാര്യം ചെയ്യും, നട്ട് അവിടെ തന്നെ ഇരിക്കട്ടെ. കണ്ണിച്ചോരല്ലാത്ത പെണ്ണ് തന്തേരം നെഞ്ചിരി നട്ട് ഉറച്ചിരിക്കണ്. ചാവാൻ പോണ്, അത് അവിടെ തന്നെ ഇരിക്കുന്നു. അച്ഛാ ഒരു മിനിറ്റ്, അച്ഛൻ ആദ്യം ഇത്രയും കഴിച്ചാൽ മതി കേട്ടാ. ഇത്രയും കഴിച്ചുകൊണ്ടാ നെട്ടങ്ങ് ഇറങ്ങിപ്പോയാല. അപ്പൊ ബാക്കി ഇത്ര പോയ ഞാൻ എനിക്ക് കഴിക്കാമല്ലോ. എന്താ അച്ഛാ? ഇറങ്ങി, പഴം ഇറങ്ങി, നട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം, എന്തായിരുന്നാലും ഞാൻ ശ്വാസം മുട്ടിച്ചാവും. അങ്ങനെ ചത്ത് കഴിഞ്ഞാൽ ഞാൻ നട്ട് വിഴിക്കുന്ന ആഴത്തും പറയരുത്. വല്ല അറ്റാക്ക് ഒന്ന് ചത്തന്നേ പറയാവൂ. പറഞ്ഞാ നീയൊക്കെ റോഡിൽ കൂടെ പോകുമ്പോൾ അത് പോടും. നട്ട് വിഴുങ്ങി ചത്ത ബാലിന്റെ ഭാര്യ പോടും, നട്ട് വിഴുങ്ങി ചത്ത ബാലിന്റെ മക്കള് പോടും. പറയോ? എന്നെ കൂടെ പേടിപ്പിക്കാൻ വേണ്ടി. എങ്ങനെയുണ്ട് ബാലു? എങ്ങനെയുണ്ട് ഇപ്പോ? നട്ട് 1 ഇഞ്ച് താഴോട്ടിറങ്ങിയോ എന്നൊരു സംശയം. അച്ഛാ, ഹോസ്പിറ്റലിൽ പോയാലോ നമുക്ക്? ഇപ്പൊ പോയി ശരിയാവൂല. പോടുന്ന് ഇത് ഇറങ്ങൂല ഏട്ടാ. ഇത് ഒഴിഞ്ഞു പോകൂല. ഞാന് ആ സോഫയിൽ പോയിരിക്കട്ടെ, കുറച്ച് ആശ്വാസം കിട്ടും. അച്ഛാ, സോഫയിൽ നിന്ന് നട്ട് പുറത്തിറങ്ങിയിരുന്നോ? എന്റെ വായിക്കകത്ത് കുറച്ച് നട്ട് എടുത്തിട്ടുണ്ട്. പോ കരിക്കളഞ്ഞ പോ. മിണ്ടാതിരി. അയ്യോ, എന്തുറ്റി? അച്ഛൻ ഇങ്ങനെ ഇരുന്നാ മതി, എന്തെങ്കിലും ചെയ്യണ്ടേ? ഞാൻ എന്ത് ചെയ്യാനിടേ? വൻകുടലിൽ പോയ കുഴപ്പമില്ല, പക്ഷെ ചെറുകുടലാണ് പ്രയാസം. അച്ഛാ, പുറത്ത് പോയില്ലെങ്കിൽ അകത്തിരുന്ന് തുരുമ്പടിക്കും, അത് ഷുഗറാണ്. ഈ തുരുമ്പടിച്ച് വയറെങ്ങാനും മുറിഞ്ഞ സെപ്റ്റിക്കോ. പിന്നെ വൻകുടലും ചെറുകുടലും എല്ലാം പഴുത്ത് ചക്ക ഇങ്ങനെ കുഴയും പോലെ കുഴഞ്ഞു പോകും. അച്ഛാ, ശിവ നിന്നോടല്ലേ പറഞ്ഞു മിണ്ടാതിരിക്കേ. അച്ഛാ, അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. അച്ഛൻ കുറെ ഐഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ആളല്ലേ, അപ്പൊ ഉപയോഗിക്കാം അച്ഛാ ഐഡിയ. ആ അത് ശരിയാ. അച്ഛാ, അച്ഛൻ ഐഡിയ പ്രയോഗിക്ക്. ഞാനൊരു കാര്യം പറയട്ടാ. അച്ഛാ, നമ്മുടെ ഒരു ലക്ഷ്യം എന്താന്ന് വെച്ചാൽ അച്ഛന്റെ വയറ്റിൽ നിന്ന് നട്ടിങ് എടുക്കണം. അച്ഛാ, ഞാൻ ഒരു ഐഡിയ പറഞ്ഞ കേക്കുവോ? അച്ഛൻ തല കുത്തി നിന്ന് നോക്ക്, അപ്പൊ നട്ടങ്ങട് പുറത്തേക്ക് വന്നാലോ? നല്ല ഐഡിയ ആണ്, പക്ഷെ തലകുത്ത് നിന്നാ തിരിച്ച് നെഞ്ചി കുടുങ്ങൂ. കുടുങ്ങോ? കുടുങ്ങുന്നില്ല. കുടുങ്ങൂലായിരിക്കും. ഇല്ല അല്ലേ? അപ്പൊ തലകത്തിന് നിന്ന് നോക്കാല്ലേ? നോക്ക്. ഇവിടെ കിടക്കണം. അച്ഛാ, മുണ്ട് മടക്കി കുത്ത്. പാടി വിടുന്നു. എങ്ങനെ നട്ട് പുറത്തെടുക്കാൻ നോക്കണം. മുണ്ട് പറ്റില്ലേ? വന്നോ വന്നോ ഇറങ്ങട്ടെ? വന്നോ? ഇറങ്ങി പോരട്ടെ. പിന്നെ വിഴുങ്ങിയ എന്താ? കുറച്ചുകൂടെ നിന്ന് കഴിഞ്ഞാൽ കുടല് വാരി വരും. പറ്റൂല, ഇതവിടെ ഉറച്ച്. അയ്യോ അച്ഛാ, എന്തെങ്കിലും ഒരു ഐഡിയ പറ. മക്കളെ, കാന്തം എടുത്തോണ്ടോടാ. എന്തിനാ? എടുത്തോണ്ട് വാ. സ്പീക്കറിന്റെ കാന്തം മതിയാ? അപ്പൊ നീയാണല്ലോ അവിടുത്തെ സ്പീക്കറിനൊക്കെ പൊളിച്ച് കാന്തം എടുക്കണം അല്ലേടാ?
പോയിട്ടോടാ. അതുപോലെ എന്നാ മാറി കേട്ടോ, നേരത്തെ ഇവിടെ കിടന്നു മാറിപ്പോ, എന്നാ ഇവിടുന്ന് മാറി. ഇവിടെയാണോ? കിട്ടി കിട്ടി കിട്ടി. ആ കൂടെ പിടിക്കണ്ട, ഈ അടി കൊള്ളാട്ടാ. ഇതണ്ട എയർപിൻ വള പോലെ ഉണ്ട്. ഇതാണ് കുടലിങ്ങനെയാണ് കിടക്കണേ. കണ്ട അതുവഴി കയറി 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 നെഞ്ചെത്തിയാ നെഞ്ചെത്തിയാ നെഞ്ചോരെത്തി. ഓ ഭാഗ്യം, സമാധാനം. ഇങ്ങനെ വന്നാൽ രക്ഷപ്പെട്ട്. എടുക്കച്ചാ തൊണ്ടലെത്തിയാ? തൊട്ട് അതെ പറഞ്ഞില്ല, സ്റ്റക്കായത് താഴെ പോയി. ഓ ബാലു, ഇതൊന്നും ശരിയാവൂല കേട്ടോ. നടക്കണ കാര്യമൊന്നുമല്ല ഇത്. ഒരു കാര്യം ചെയ്താലാ, ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ടെ നല്ല സ്ട്രോങ് ഗുളിക മേടിച്ചിട്ട് വരാം, വയറിളക്കാനുള്ള. അത് കഴിച്ചാൽ പോയിക്കോളും. ആ അമ്മ അങ്ങനെ ചെയ്യാം, അത് കറക്റ്റാട്ടാ. അച്ഛാ പിന്നെ ഗുളിക കഴിച്ചിട്ട് വല്ല പറമ്പിലും പോയിരിക്കണം, എന്നാലും നട്ട് പുറത്തൊന്നും അറിയാൻ പറ്റുള്ളൂ. അവള് പറഞ്ഞാലും കാര്യമുണ്ട് അച്ഛാ, കാരണം യൂറോപ്യൻ ക്ലോസിൽ നിന്ന് നട്ട് പോണത് അറിയില്ല. ആ അത് ശരിയാട്ടാ. അമ്മ വേഗം ഞാൻ പോയി മേടിച്ചിട്ട് വരാം. സ്ട്രോങ് വാങ്ങിക്കണേ. ആ ആ ഡ്രസ് മാറട്ടെ. എന്ത് കാണിക്കണേ? ഇളക്കി വിടണത്. എന്താ പറയാ കിടക്കണത്? നെറ്റ് വല്ലതും വീടാ നോക്കി കിടക്കണ നീ? അല്ല അച്ഛാ, അച്ഛനിപ്പോ എന്താ തോന്നണേ? എന്താ തോന്നേ? ഒരു നട്ട് പിടിക്കാൻ ഫീൽ അല്ലാതെ തോന്നുന്നു. ഒറ്റ വൃത്തനാണ്. നീ പിടിച്ച സമയത്ത് ഞാൻ വല്ല നട്ടിന് വരെ ബോൾട്ടാറ്റാ വെച്ചിരുന്നെങ്കിലാടാ. അച്ഛാ ഞാനത് അറിയാതെ ഈ ഗുളിക പിടിക്കുമ്പോ അമ്മേനെ കാണാനല്ലോ അച്ഛാ. വരും വരും, ഞാൻ ചാവുമ്പോ എത്തും. ആടി കുഴച്ചവള് വരും. അച്ഛാ അച്ഛോയ്, നമുക്ക് അമ്മ പറഞ്ഞതിന് മുമ്പൊന്ന് ബാത്റൂമിൽ കയറി ട്രൈ ചെയ്ത് നോക്കിയാലോ? എന്റെ പൊന്നുകളെ റൂട്ടൊക്കെ അടഞ്ഞു കിടക്കില്ലേ, അതിട്ട് പോകാൻ തോന്നിട്ട് എനിക്ക്. അച്ഛാ ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടാ, നമ്മൾ ആ ഗുളിക കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ലൂസ് മോഷൻ ആയി കഴിഞ്ഞാൽ നെറ്റ് പോയാൽ എന്ത് ഗുണം? പിന്നെ ലൂസ് മോഷൻ നിർത്തുന്നത് എങ്ങനെയാ? ആദ്യം നട്ടൊന്ന് പുറത്ത് വരട്ടടാ. ലൂസ് മോഷൻ ആയത് എനിക്ക് കുഴപ്പം വല്ലതും ഉണ്ടാടാ. ഞാൻ അങ്ങനെ കൊണ്ടാടാ. എടാ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങില്ല, എനിക്ക് വരെ പ്രത്യേകം ജോയിൻ ചെയ്തില്ലല്ലേ. പറ്റുമെങ്കിൽ ഞാൻ പാകം തന്നെ എടുത്ത് 10 എടുത്ത് കിടക്കൂടാ. അമ്മ പറഞ്ഞേക്കുമ്പോ നട്ടെടുക്കാൻ പറ്റിയാ മതിയായിരുന്നു. ഒരു ഐഡിയ കിട്ടണല്ലോ എന്റെ കൃഷ്ണ. അത് എനിക്ക് വല്ലതും കിട്ടുന്നുണ്ടോ? എനിക്ക് അത്ര വലിയ ഐഡിയ കിട്ടുന്നില്ല. അച്ഛാ എനിക്ക് ഐഡിയ കിട്ടി. എവിടെ ആയിരിക്കും? എവിടെ ആയിരിക്കും? അച്ഛാ അതല്ലേ ഞാൻ പറഞ്ഞേ, നെറ്റ് കിട്ടിയെന്നല്ലേ ഞാൻ പറഞ്ഞേ. എനിക്ക് ഐഡിയ കിട്ടിയെന്നാണ് ഞാൻ പറഞ്ഞത്. എന്താ ഐഡിയ? അച്ഛാ അച്ഛൻ കുറച്ചു മുമ്പ് മാഗ്നറ്റ് വെച്ച് പുറത്തൊരു കളി കളിച്ചില്ലേ, അത് നമുക്ക് അകത്തൊരു കളി കളിച്ചല്ല. അതെങ്ങനെ പ്രാക്ടിക്കലാവും? എന്റെ ചേച്ചി, അച്ഛൻ കുറച്ചു മുമ്പ് മാഗ്നറ്റ് വെച്ച് നെറ്റ് ഇവിടെ അല്ലേ കിടന്നേ, ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് താഴെ പോയെന്നല്ലേ അച്ഛൻ പറഞ്ഞേ. അതായൊന്നും പോയി കാണൂല. ആ നെറ്റ് ഇവിടെ വല്ലതും തടഞ്ഞ് കിടപ്പുണ്ടാവും. അപ്പോ നമ്മൾ ചെറിയൊരു കാന്തത്തിൽ ഒരു നൂലും കിട്ടി ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ കറക്റ്റ് അതേ കുടുങ്ങി വരത്തില്ലേ? അച്ഛാ നല്ല സാധ്യതയുള്ള ഐഡിയ ആണ് കേട്ടാ, പരീക്ഷിച്ചാല. നോക്കാം. കേശു നീ ഇപ്പൊ ചെറിയൊരു മാഗ്നറ്റ് എടുത്തിട്ടോ. നീ പോയാ നൂലെടുക്ക്, അമ്മയുടെ മേശക്കകത്തുണ്ട്. എടാ ചെറിയ പീസ് കൊണ്ടനെ. കിട്ടിയാ? കേശു നോക്കട്ടെ. ആ കിട്ടി. ഇതുപോലെ മുറിച്ചെടുക്ക്. കിട്ടി കിട്ടി കിട്ടി. കുറച്ച് വലുത് ഇത്ര മതിയോ? എത്ര മതി? എന്നുവെച്ചാ കേട്ട് എന്താ കിട്ടിക്കോ. എന്താ വലിയണോ? വലിയ വേറൊരു സാധനം കിടക്കല്ലേ, അതിനങ്ങോട്ട് പിടിച്ച് വലിക്കാണ്. യേശു മകളെ, എന്റെ ബുദ്ധി കൊള്ളടാ. താങ്ക് യു അച്ഛാ. കിട്ടോ? കിട്ടോ അച്ഛാ. ഒരു വഴിക്ക് പോകുമ്പോ അറബിക്കാടി വരൂന്ന്. അച്ഛൻ നേരിട്ടോ, വളഞ്ഞും ചെയ്യുന്നൊന്നും പോവരുത്. ഇറങ്ങിയാ? കിട്ടിയാ? കിട്ടിയാ? മേളോട്ട് വലിക്കേ. അയ്യോ കാന്തോന്നിട്ടോടെ. കേശു ഈ
കാന്ത നമ്മൾ നൂല് കെട്ടി ഇങ്ങനെ ഇറക്കിയപ്പോ ഈ നട്ടിൽ ചാടി പിടിച്ച് അപ്പൊ ഈ നൂലുകൊണ്ട് പൊട്ടിപ്പോയി. അതാ പറ്റിയേ. നീയാണ് എല്ലാത്തിനും കാരണം. സാധനങ്ങളെല്ലാം എന്നെ കൊണ്ട് വീഴിപ്പിച്ച് ഞാൻ ഇപ്പൊ ചാവും നോക്കിയോ. അയ്യോ അമ്മ. അച്ഛൻ ടെൻഷൻ അടിക്കണ്ട അച്ഛൻ. ഇപ്പൊ അമ്മ ഗുളിക കൊണ്ട് വരുമല്ലോ, വയറിളക്കി കളയാം നമുക്ക്. അയ്യോ അച്ഛാ, നമുക്ക് കുറച്ചുകൂടി വലിയൊരു കാന്തം സ്ട്രോങ് ആയിട്ടൊരു നൂല് കിട്ടും അങ്ങോട്ട് ഇറക്കി നോക്കാം. അപ്പൊ നട്ടും കിട്ടും കാന്തം കിട്ടും. കൊച്ചേ പോ, എന്റെ കണ്ണുമേന്ന് പോ. നീയൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോൾ JCB കെട്ടി ഇറക്കാൻ തോണ്ടിക്കൊണ്ട് വരുമെന്ന് പറയും. എന്റെ അമ്മ അയ്യ. അയ്യോ, ഇനി എനിക്ക് ഇരുമ്പുള്ള സ്ഥലത്തൊന്നും ചെന്ന് നിൽക്കാൻ പറ്റൂല, ചാടി പിടിച്ചതായി. ഇപ്പൊ ഒരു കൂട്ടാ അച്ഛാ അമ്മ. അയ്യോ എന്താ എന്തു പറ്റി? അമ്മേ കാന്തം പോയി. പോയാ? ഓ അല്ല, കാന്തോല നട്ടല്ലേ പോയത്? പോയല്ല, നന്നായി. ഇനിയിപ്പോ ഇത് വേണ്ടല്ലോ. അമ്മേ, അച്ഛന്റെ വയറ്റില് കാന്തവും കൂടി പോയിന്ന്. അയ്യോ ബാലു. എന്തടി ബാലു? നീ ആച്ചതിന് കുറയ്ക്കണ ചെല്ല്, അടക്കള ചെല്ല്. പല പപ്പടം കുത്തിയ തവി എടുത്ത് അണ്ണാകെ കുത്തി എടുക്ക. അതും കൂടെ വൈകിട്ട് പൊട്ടടി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആണ്ടേ ഇരിക്കണ് എന്താ പൊന്നാരമായി സഹായിച്ചേ. കുടി കഴിഞ്ഞിട്ട് വെള്ളം എടുക്കട്ടെ. ഈ വെള്ളം വെള്ളിലടങ്ങ് വിഴുങ്ങിയാ? കാന്തോ നട്ടും വെള്ളം ഒഴിച്ചാണ് ഇറങ്ങിപ്പോയത്. അല്ല പിന്നെയാണ് ഈ ചെറിയ ഗുളിയ. കറക്റ്റ് അച്ഛാ. എത്ര വയ്യെങ്കിലും അച്ഛന്റെ ഡയലോഗ് ഒന്ന് വേറെ തന്നെ. ചാവാൻ കിടക്കുമ്പോൾ പൊക്കിക്കോണം. എന്തേ എന്തിനു തോന്നണ്ടോ? എന്താ ഒരു ഇളക്കി മറിച്ചിൽ തോന്നിക്കാണും, അത് ഓടിയേ. രാവിലെ പയറ് വറുത്തതുപോലെ നടന്ന മനുഷ്യനാ ഇപ്പൊ ചക്ക കുഴണ പോലെ കുഴഞ്ഞ്. അമ്മേ അതൊരു വല്ലാത്ത വിളി കേട്ടാ. അമ്മ വേഗം ചെന്നേ കൊണ്ട് ചെല്ല്. ബാലു ഡാ, നിനക്ക് നട്ടും കൊണ്ട് നിർത്തായിരുന്നില്ലേ? ചുമ്മാ അച്ഛൻ കൊണ്ട് കാതോ മുഴുങ്ങിപ്പിച്ചേ. എടേ പറ്റിപ്പോയി. അച്ഛനോട് ശ്രമിക്കുന്നില്ലേ? നമുക്ക് വെയിറ്റ് ചെയ്യാം, റിസൾട്ട് കാണും. അയ്യോ, വല്ലാത്ത ഗുളി തന്നെ. പണ്ട് 1ാം ക്ലാസ്സിൽ വെച്ച് കഴിച്ച ഉപ്പാ വരെ പോയെന്നാണ് തോന്നുന്നത്. അല്ല അപ്പൊ നെട്ടും കാന്തവും പോയാ? വാടക അത് എവിടെ കൊട്ടിയിരിപ്പുണ്ട്. ഇരിക്കവിടെ. ഇരിക്കാ. അയ്യോ അയ്യോ പോടാ. അച്ഛാ, അച്ഛൻ എന്തിനാ അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ടോ? എന്നാ നമുക്ക് ആശുപത്രി പോവാ. ആ അത് തന്നെ, ആശുപത്രി പോവാൻ ബാലു. എന്നാലേ ശരിയാവൂള്. അച്ഛാ, അവരമ്പ പെട്ടെന്ന് അങ്ങ് എടുത്തു തരും. അവരാദ്യം തന്നെ ചെറിയൊരു ക്യാമറ വായിക്കോടെ തൊണ്ട വരെ ഇറക്കും. അതിൻ്റെ ഒപ്പം അവരോട് സർജിക്കൽ പൈപ്പും കൂടി ഇറക്കി തരും, ഈ നട്ടും കാന്നൊക്കെ ഇങ്ങനെ തട്ടിയെടുക്കാൻ. ഇനിയിപ്പോൾ അങ്ങനെ പറ്റില്ലെങ്കിൽ അവർ താഴെ കൂടെ ഒരു ക്യാമറ കയറ്റും, ചെറിയൊരു കമ്പിയും കയറ്റും. ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും നടന്നില്ലെന്ന് വിചാരിക്കുക, അവർ വയറ് ചെറുതായിട്ടൊന്ന് കീറി ആ നട്ടും കാന്നോ പുറത്തെടുത്ത് തരും. അല്ല, ആ വയറ് കീറുന്ന സ്ഥലം മാറിപ്പോയാലോ? അവർ പിന്നെ മാറ്റി കീറും. അവര് പിന്നെ മാറ്റി കീറൂല, കാരണം ക്യാമറ സ്പോട്ട് ചെയ്തല്ലേ കീറണേ. ആ അല്ല അപ്പൊ ഈ ക്യാമറ ഇങ്ങനെ ഇറക്കൂലേ? അപ്പൊ ആ നെട്ടും കാന്തോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിപ്പോയാൽ എന്ത് ചെയ്യും? അവർ പിന്നെ വേറെ സ്ഥലത്ത് കീറും. മാറി മാറി കീറുവോ? നിർത്തടി, പറഞ്ഞോറഞ്ഞ് എവിടെ പോണ്? ഒരു കാര്യം ചെയ്യ്, തള്ള മക്കളെല്ലാം കൂടെ എന്നെ വെട്ടിക്കറി അടുപ്പി കൊണ്ടുപോയി, അല്ലാതെ ഒരു ഇഞ്ചിൻ ചാട്ട് കൊല്ലണത്. ആശുപത്രി പോവാന്നാ? എനിക്ക് ആശുപത്രി പോണ്ടാ. എന്നാ പോവണ്ട. അച്ഛൻ ഒരു കാര്യം ചെയ്യാം, ശരിക്കും ഒന്ന് വയറിളക്കി ഛർദ്ദിച്ച് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും. വയറിളകി ഛർദ്ദിക്കാനാ? രണ്ടും കൂടെ ഒരുമിച്ച് പറ്റൂല, ഞാൻ പെട്ടു. എൻ്റെ അച്ഛൻ അതല്ല ഉദ്ദേശിച്ചേ. നമ്മൾ വയറ് നിറയെ വെള്ളം കുടിച്ചിട്ട് ഒന്ന് വൊമിറ്റ് ചെയ്താൽ നട്ടും കാന്തം ഒക്കെ പുറത്തു വരും. അത് കൊള്ളാം. അത്രേ വെള്ളം ഒരുമിച്ച് എങ്ങനെയാ അച്ഛൻ കുടിക്കണേ? അമ്മ അത് സിമ്പിൾ അല്ലേ? ആദ്യം ഒരു ഓസ് എടുത്ത് അതിന്റെ അറ്റം അച്ഛന്റെ തൊണ്ടയിലോട്ട് ഇറങ്ങണം. അതിന്റെ അപ്പുറത്തെ അറ്റം നമ്മുടെ ടാപ്പിൽ കണക്ട് ചെയ്ത് ടാപ്പ് ഓൺ ചെയ്ത് പോയി. നീ ഓസ് കൂടെ ഞാൻ വിഴുങ്ങണോടാ. ഇച്ച പോടാ മുമ്പേന്ന്. ശിവ, നീ പോയി ആ ജഗ്ഗിൽ വെള്ളം എടുത്തിട്ട് വന്നേ. എന്നെ കൊണ്ട് പറ്റില്ല, ചേച്ചി പോയി എടുത്തിട്ടോ. തന്ത ചാവാൻ കിടക്കണം, അതിനും തർക്കം. എന്നെ കൊണ്ട് പറ്റൂല, നീ എടുത്ത്. അച്ഛാ, നീ വെള്ളം കുടിക്കും. അയ്യോ ഒന്ന് പിടിയടാ, ഇത്രയും ചെയ്ത് വെച്ചിട്ട് അവൻ കാലിൽ കയറി ഇരിക്കണം. എപ്പം ജീവൻ പോകുമെന്ന് അറിയാൻ വേണ്ടിട്ടാടാ നീ കാലിന്റെ അറ്റത്ത് കയറി ഇരിക്കണത്. തന്നെടാ നീ. അയ്യോ മൊത്തം കുടി. അയ്യോ
അച്ഛാ ചതിക്കാൻ തോന്നണ്ടോ? ഇത്ര വെള്ളം കുടിച്ചപ്പോഴേ വയറിനകത്ത് ഇങ്ങനെ കറങ്ങണ്. ചതിക്കാൻ തോന്നല്ല? അയ്യോ എനിക്കൊരു ഐഡിയ ഉണ്ട്, ഞാൻ ഇപ്പൊ വരാവേ. ഐഡിയ എന്നെ കൊല്ലാനുള്ള ഐഡിയ ആണ്, എന്നെ വിട്ടു കൊടുക്കല്ലേ. ആ അച്ഛാ അച്ഛാ നിന്റെ മേളിൽ കയറി നിക്ക്. ഇതിന്റെ വെള്ളം പണിയെടുത്ത് അച്ഛാ കേറി നിക്കച്ച, പറയണ കേട്ടില്ലേ? വാ കേറ്. എന്നെ കൊല്ലാനുള്ള പരിപാടി തന്നെ. അയ്യോ കരുതിട്ട് കേറി നിക്കച്ചേ, എന്നിട്ട് പറഞ്ഞുതരാം. എന്നാ കറങ്ങ് കേശോ, പിടിച്ചില്ലേ? കറങ്ങി വീഴും വീഴും വീഴും. ഡേയ് ഡേയ് ശിവ ഡേയ് വീഴത്തില്ല അച്ഛാ. ശരിക്കും തോന്നണ്ടോ? ആ വാ വാ വാ. സംഗതി വെച്ചിട്ടാ പോയല്ലോ. ബാലു നട്ടും കാന്തൊക്കെ പോയെന്ന് തോന്നിട്ടാ. കുടലും കൂടെ പോയി നോക്ക്. ശരി പോയി നോക്ക്. അയ്യോ ചാടണി അങ്ങോട്ട്. അയ്യോ ചാടാൻ പറ്റും. അയ്യോ അയ്യോ അയ്യോ. ഈ കാലത്തൊന്നും നിങ്ങൾ ഇങ്ങനെ ഛർദ്ദിച്ചിട്ടുണ്ടാവില്ല എന്തായാലും. നിന്റെ വയറ്റിൽ കാന്തോ നട്ടുവെല്ലാം പോയിട്ടുണ്ടാ? എന്റെ വയറ്റിലൊന്നും പോയിട്ടില്ല. പിന്നെ മിണ്ടായിരി. അച്ഛാ നോക്ക്, കാന്തം. കാന്തം? ഈശ്വര, എന്തൊക്കെ സാധനങ്ങളാണിത്. ഇവിടെ കാന്തം, നട്ട്, പിന്ന്, സ്ക്രൂവ്, വേറെ ചെറിയ സ്ക്രൂ, ഇതൊക്കെ അതിനകത്ത് പോയേ. ആ രാത്രി ഉറക്കൊഴിഞ്ഞ് ജോലി ചെയ്യില്ലേ, അപ്പൊ എല്ലാം അറിയാതെ അകത്തേക്ക് പോയതായിരിക്കുള്ളൂ. അച്ഛാ ഇതൊരു സ്പെയർ പാർട്സ് ഉണങ്ങാനുള്ള സാധനങ്ങളുണ്ടല്ലോ.